ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോളിഫ്ലവർ പൊരിച്ചതാണ്. അത് പെപ്പർ കൂടുതൽ ഫ്ലേവർ വരുന്ന രീതിയിലാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. അങ്ങനെ കഴുകിയ വൃത്തിയാക്കിയ നമ്മുടെ കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ. ഇനി നമുക്കിതിലോട്ടുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ ഉള്ളി, ക്യാപ്സിക്കം, തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് ഇച്ചിരി ടൊമാറ്റോ സോസും ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ സോയാ സോസും പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലയും ചേർത്തിയെടുക്കണം. വേവിച്ച് നമ്മുടെ കോളിഫ്ലവറും ചേർത്തിയെടുക്കണം. ഇനിയാണ് നമ്മൾ പതുക്കെ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സംഗതി ഉണ്ടല്ലോ, പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. ലാസ്റ്റ് ആയിട്ട് ഇച്ചിരി കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.